+1 ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ പോർഷൻസ് ലിവിങ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്ത 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, തുടർന്ന് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ ഈ ലെസണിലാണ് പഠിച്ചത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ റോബർട്ട് എച്ച് വിറ്റാക്കർ ഇൻ 1969. According to this classification, there are 5 kingdoms of life: Monera, Protista, Fungi, Plantae and Animalia. NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 17 കൊടുത്തിട്ടുള്ള ടേബിൾ 2.1 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 5 കിങ്ഡംസ് ഫോക്കസ് ഏരിയയിൽ മെൻഷൻ ചെയ്യപ്പെട്ട ആദ്യത്തെ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് അനലൈസ് ചെയ്താൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടി റോബർട്ട് എച്ച് വിറ്റാക്കർ ഉപയോഗിച്ച മെയിൻ ക്രൈറ്റീരിയ കാണാൻ സാധിക്കും. ഏതൊക്കെയായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ? സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഈ ഒരു ടേബിൾ പരിശോധിച്ചാൽ ഇതിൽ ഡിഫറെൻറ്റ് കിങ്ഡംസ്, അതായത് 5 കിങ്ഡത്തിൻ്റെയും ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കമ്പയറേറ്റീവ് അക്കൗണ്ട് കാണാൻ സാധിക്കും. ഈ ടേബിളിൽ നമ്മൾ പരിശോധിച്ചാൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലെ സെൽ ടൈപ്പാണ്. ഏത് തരം സെല്ലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ലിവിങ് ഓർഗാനിസംസിന് 2 ടൈപ്പ് സെല്ലുകളാണ് ഉള്ളത്. പ്രോകാരിയോട്ടിക് സെല്ല് അഥവാ ട്രൂ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയ സെല്ലുകൾ. അടുത്തത് യൂകാരിയോട്ടിക് സെല്ല് അല്ലെങ്കിൽ ട്രൂ ന്യൂക്ലിയസ് ഉള്ള സെല്ല്. ഓരോ കിങ്ഡവും പരിശോധിച്ചാൽ ഇതിൽ സെൽ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് കിങ്ഡം മൊണീറയിൽ നോക്കുക. സെൽ ടൈപ്പ് ഇസ് പ്രോകാരിയോട്ടിക്. ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ബ്ലൂ ഗ്രീൻ ആൽഗെ തുടങ്ങിയവയിലൊക്കെ തന്നെ പ്രോകാരിയോട്ടിക് സെല്ലുകളാണ്, അഥവാ ട്രൂ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. സെക്കൻഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇവിടെ സെൽ ടൈപ്പ് യൂകാരിയോട്ടിക് ആണ്, ട്രൂ ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ്. അമീബ, പാരമീസിയം ഇവയ്ക്കൊക്കെ തന്നെ ഒരു ട്രൂ ന്യൂക്ലിയസ് കാണപ്പെടുന്നു. തേർഡ് കിങ്ഡം ഫഞ്ചൈ. സെൽ ടൈപ്പ് ഇസ് യൂകാരിയോട്ടിക്, ദേ ഹാവ് എ ട്രൂ ന്യൂക്ലിയസ്. ഫോർത്ത് കിങ്ഡം പ്ലാന്റേ, യൂകാരിയോട്ടിക്. ഫിഫ്ത്ത് കിങ്ഡം അനിമാലിയ. സെൽ ടൈപ്പ് ഇസ് യൂകാരിയോട്ടിക്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 5 കിങ്ഡത്തിൽ പ്രോകാരിയോട്ടിക് സെല്ല് വരുന്നത് കിങ്ഡം മൊണീറയിൽ മാത്രമാണ്. സെക്കൻഡ് ക്യാരക്ടർ അനലൈസ് ചെയ്യുമ്പോൾ സെൽ വോളിൻ്റെ പ്രത്യേകതകളാണ് കൊടുത്തിട്ടുള്ളത്, അഥവാ കോശ ഭിത്തി. ഫസ്റ്റ് കിങ്ഡം മൊണീറ. സെൽ വോൾ is present but they are non-cellulosic. ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗയിലൊക്കെ സെൽ വോൾ പ്രസൻ്റ് ആണ്, പക്ഷേ അവ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടല്ല. അതുകൊണ്ടാണ് നോൺ സെല്ലുലോസിക് എന്ന് പറയുന്നത്. പകരം ദേ ആർ മെയ്ഡപ്പ് ഓഫ് പോളിസാക്കറൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. വ്യത്യസ്ത പോളിസാക്കറൈഡുകളും അമിനോ ആസിഡുകളും കൊണ്ടാണ് അവയുടെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് വരുമ്പം സെൽ വോൾ ഇസ് പ്രസൻറ്റ് ഇൻ സം. ചില പ്രോട്ടിസ്റ്റൻസിന് മാത്രമാണ് സെൽ വോള് കാണപ്പെടുന്നത്. ക്രൈസോഫൈറ്റ്, ഡയാറ്റംസ് ഇവയ്ക്കൊക്കെ സെൽ വോൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രോട്ടിസ്റ്റ, അമീബ, പാരമീസിയം, യുഗ്ലീന ഇതിലേക്കൊക്കെ വരുമ്പോൾ അവിടെ സെൽ വോള് ആബ്സെൻ്റ് ആണ്. തേർഡ് കിങ്ഡം ഫഞ്ചൈ. സെൽ വോൾ ഇസ് പ്രസൻറ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. ഫംഗസുകളിൽ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ എന്ന വസ്തു കൊണ്ടാണ്, കൂടാതെ പോളിസാക്കറൈഡുകളും കാണപ്പെടുന്നു. ഫോർത്ത് കിങ്ഡം പ്ലാന്റേ. പ്ലാന്റ് സെല്ലുകളുടെ പ്രത്യേകത തന്നെ സെൽ വോൾ പ്രസൻ്റ് ആണ് എന്നതാണ്. കൂടാതെ ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച കോശഭിത്തി കാണാൻ സാധിക്കുന്നത് സസ്യകോശങ്ങളിലാണ്. ഫിഫ്ത്ത് കിങ്ഡം അനിമാലിയ. ആനിമൽ സെല്ലുകളിൽ അഥവാ ജന്തുകോശങ്ങളിൽ സെൽ വോൾ ആബ്സെൻ്റ് ആണ്.
മൂന്നാമത്തെ ക്യാരക്ടർ പരിശോധിച്ചാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയസ് അഥവാ കോശമർമ്മത്തിന് മെംബ്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്നതാണ് അടുത്ത ക്രൈറ്റീരിയ. ഒന്നാമത്തെ കിങ്ഡം മൊണീറ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് ആബ്സെൻറ്റ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത സെൽ ടൈപ്പാണ് പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞല്ലോ. കിങ്ഡം മൊണീറ, ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ ഇവയിലൊക്കെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ ട്രൂ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. അടുത്ത 4 കിങ്ഡത്തിലും ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് അവയെ യൂക്കാരിയോട്ടിക് എന്ന് വിളിച്ചത്. നാലാമത്തെ ക്രൈറ്റീരിയ പരിശോധിച്ചാൽ ഇവയുടെ ബോഡി ഓർഗനൈസേഷനാണ്. ഇവയുടെ ശരീരം ഏത് ഓർഗനൈസേഷൻ തലത്തിൽ അല്ലെങ്കിൽ ഏത് ലെവലിൽ വരുന്നു എന്നതാണ് കാര്യം. കിങ്ഡം മൊണീറ സെല്ലുലാർ ലെവലാണ്. ഇവ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്, ഏകകോശ ജീവികളാണ്. അപ്പോൾ ഇവയുടെ ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ടൈപ്പാണ്. പ്രോട്ടിസ്റ്റ വീണ്ടും യൂണിസെല്ലുലാർ ആണ്, അഥവാ ഏകകോശ ജീവികളാണ്. അവയുടെ ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ടൈപ്പാണ്. കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം ഫംഗസുകളിൽ അപൂർവം ചില ഫംഗസുകൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ മൾട്ടി സെല്ലുലാറാണ്, ബഹുകോശ ഘടനയുള്ള ജീവികളാണ്, അഥവാ ലൂസ് ടിഷ്യൂ ഉള്ളവരും കാണപ്പെടുന്നു. കിങ്ഡം പ്ലാന്റയിലേക്ക് വരുമ്പോൾ അവിടെ ടിഷ്യൂ ഓർഗനൈസേഷനും ഓർഗൺ ലെവലും കാണപ്പെടുന്നു. സസ്യകോശങ്ങൾ ചേർന്നിട്ടാണ് അത് ടിഷ്യൂസ് അഥവാ കലകളായി മാറുന്നത്. വ്യത്യസ്ത കലകൾ കൂടി ചേർന്നാണ് ഓർഗൺ അല്ലെങ്കിൽ ഒരു സസ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. കിങ്ഡം അനിമാലിയയിലേക്ക് വരുമ്പോൾ അവിടെ ടിഷ്യൂ, ഓർഗൺ സിസ്റ്റം ലെവൽ ആണ് കാണപ്പെടുന്നത്. കിങ്ഡം അനിമാലിയയിലെ വ്യത്യസ്ത ഫൈലങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ചില ലോവർ ഓർഗാനിസംസ് ടിഷ്യൂ ബോഡി ഓർഗനൈസേഷനാണ്, ചിലത് ഓർഗൺ ബോഡി ഓർഗനൈസേഷനാണ്, ചിലതിൽ ഓർഗൺ സിസ്റ്റം. അതായത് ഹയർ അല്ലെങ്കിൽ ഹൈലി ഡെവലപ്ഡിലൊക്കെ തന്നെ ഓർഗൺ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷനാണ് കാണപ്പെടുന്നത്. അവസാനത്തെ ക്രൈറ്റീരിയ മോഡ് ഓഫ് ന്യൂട്രീഷനാണ്, പോഷണം, ന്യൂട്രീഷൻ. വ്യത്യസ്ത ഗ്രൂപ്പുകളിൽപ്പെട്ട ഓർഗാനിസംസിന് എനർജി അല്ലെങ്കിൽ ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുന്നു? അതിൽ കിങ്ഡം മൊണീറ പരിശോധിച്ചാൽ ദേ ആർ 2 ടൈപ്സ്, ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. കിങ്ഡം മൊണീറയിൽ സ്വയം ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ഓട്ടോട്രോഫിക് ഓർഗാനിസംസും ഉണ്ട്, അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസും ഉണ്ട്. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പം ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ, സ്വയം ഭക്ഷണം നിർമ്മിക്കുന്നവയാണ് ഓട്ടോട്രോഫിക്. കിങ്ഡം മൊണീറയിൽ വരുന്ന ചില ഓർഗാനിസംസ് ഫോട്ടോസിന്തറ്റിക് ആണ്, അഥവാ ലൈറ്റ് ഉപയോഗിച്ചാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ചിലത് കീമോസിന്തറ്റിക് ആണ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാണ് ചിലത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് ഹെറ്ററോട്രോഫിക് ആണ്. കിങ്ഡം മൊണീറയിൽ വരുന്ന ചില ഓർഗാനിസംസ് എനർജിക്ക് വേണ്ടി അഥവാ ഫുഡിന് വേണ്ടി മറ്റുള്ള ഓർഗാനിസംസിനെയോ അല്ലെങ്കിൽ ഡെഡ് മാറ്ററിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവിടെ സാപ്രോഫൈറ്റുകളുണ്ട്. സാപ്രോഫൈറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫോർ ദെയർ ഫുഡ്. അടുത്തത് പാരസൈറ്റ്, പരാദങ്ങൾ. ചില ബാക്ടീരിയകളെല്ലാം ഹോസ്റ്റ് സെല്ലുകളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അവയെ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. അടുത്ത കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് വരുമ്പോൾ ദേ ആർ അഗെയിൻ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഓട്ടോട്രോഫിക് ടൈപ്സും ഉണ്ട്, അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ടൈപ്സും ഉണ്ട്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഡയാറ്റംസ്, ഗോൾഡൻ ആൽഗെ, ഡെസ്മിഡ്സ് ഇവയെല്ലാം തന്നെ ഓട്ടോട്രോഫിക് ആണ്. മെയിൻലി ഫോട്ടോസിന്തറ്റിക് ആണ്. ലൈറ്റ്, സൂര്യപ്രകാശം ഉപയോഗിച്ചാണ് ഇവ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവയെ പ്ലാങ്ക്ടൻസ് എന്നും വിളിക്കാറുണ്ട്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസും കാണപ്പെടുന്നു. ഇതിൽ അമീബ, പാരമീസിയം, യുഗ്ലീന ഇവയൊക്കെ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആണ്. തേർഡ് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന ഓർഗാനിസംസിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെറ്ററോട്രോഫിക് മാത്രമാണ്. ഇവയ്ക്ക് ക്ലോറോഫില്ല് പോലെയുള്ള പിഗ്മെൻറ്റുകളൊന്നും
തന്നെ ഇല്ല. അതുകൊണ്ട് ഇവ ഭക്ഷണത്തിന് വേണ്ടി ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് സാപ്രോഫൈറ്റിക്കോ അല്ലെങ്കിൽ പാരസൈറ്റിക്കോ ആയാണ് കാണപ്പെടുന്നത്. കിങ്ഡം പ്ലാന്റ്. പ്ലാന്റ്സ് എല്ലാവരും തന്നെ ഓട്ടോട്രോഫിക് ആണ്. ക്ലോറോഫില്ലിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവ സൂര്യപ്രകാശം ഉപയോഗിച്ചാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അഞ്ചാമത്തെ കിങ്ഡം അനിമാലിയ. ആനിമൽസ് ആർ ഹെട്രോട്രോഫിക്. ഇവ പോഷണത്തിന് വേണ്ടി മറ്റുള്ളവയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ആനിമൽസിൻ്റെ ന്യൂട്രീഷനെ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്നാണ് വിളിക്കുന്നത്. കുറച്ച് ആനിമൽസ് സാപ്രോഫൈറ്റിക്കായും കാണപ്പെടുന്നു. അടുത്തതായി ഇവിടെ പഠിക്കുവാനുള്ളത് NCERT പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 22-23 കൊടുത്തിട്ടുള്ള കിങ്ഡം ഫഞ്ചൈ ആണ്. ഫഞ്ചൈ കോൺസ്റ്റിറ്റ്യൂട്ട് എ യുണീക്ക് കിങ്ഡം ഓഫ് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ്. ദേ ആർ കോസ്മോപൊളിറ്റൻ. എയറിൽ, വാട്ടറിൽ, സോയിലിൽ കൂടാതെ ആനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ പാരസൈറ്റുകളായും മറ്റും ഫംഗസുകളെ കാണുന്നത് കൊണ്ടാണ് കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്. ദേ ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ വളരുവാനാണ് ഇവ ഇഷ്ടപ്പെടുന്നത്. കൂടാതെ ഇവയ്ക്ക് വാംത്തും ആവശ്യമാണ്. ഭക്ഷണ സാധനങ്ങളും മറ്റും റെഫ്രിജറേറ്ററുകളിൽ സൂക്ഷിക്കുന്നത് പ്രധാനമായും ഫംഗസിൻ്റെയും ബാക്ടീരിയയുടെയും ഒക്കെ ഇൻഫെക്ഷൻസ് ഭക്ഷണ സാധനങ്ങളിൽ വരുന്നത് തടയുവാനാണ്. ബ്രെഡിലും മറ്റും വരുന്ന പൂപ്പലുകൾ, ബ്രെഡ് മോൾഡ്, അതുപോലെ ഫ്രൂട്ട്സിലൊക്കെ വരുന്ന ഫംഗസുകൾ, കൂടാതെ ഭക്ഷ്യയോഗ്യമായ കൂണുകൾ, വിഷക്കൂണുകൾ ഇവയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ ഫംഗസുകളാണ്. ചില ഫംഗസുകൾ പാരസൈറ്റുകളാണ്. ഉദാഹരണത്തിന് മസ്റ്റാർഡ് ലീവ്സിൽ കണ്ടുവരുന്ന വൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാക്കുന്നതും ചില പാരസിറ്റിക് ഫംഗസുകളാണ്. സം ഫഞ്ചൈ ആർ ദ സോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. പെനിസീലിയം നൊട്ടേറ്റം പോലുള്ള ഫംഗസുകളിൽ നിന്ന് ആൻറ്റിബയോട്ടിക്കുകൾ വേർതിരിക്കുന്നു. സം യൂണിസെല്ലുലാർ ഫഞ്ചൈ ആർ യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ആൻഡ് ബിയർ. ബ്രെഡ്, ആൽക്കഹോളിക് ബെവറേജുകൾ തുടങ്ങിയവ നിർമ്മിക്കുവാൻ വേണ്ടി ഈസ്റ്റ് പോലെയുള്ള ചില യൂണിസെല്ലുലാർ ഫംഗസുകളും ഉപയോഗിക്കുന്നു. അതർ ഫഞ്ചൈ കോസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ചില ഫംഗസുകൾ ചെടികളിലും ആനിമൽസിലും പല വിധത്തിലുള്ള ഫംഗൽ ഡിസീസസ് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ, wheat rust is caused by Puccinia. Next we are going to discuss about the structure of fungi. Except yeast, fungi are filamentous. ഫംഗസുകളുടെ കൂട്ടത്തിൽ യൂണിസെല്ലുലാർ ഓർഗാനിസമായ ഈസ്റ്റ് ഒഴികെ മറ്റെല്ലാ ഫംഗസുകളുടെയും ബോഡി ഫിലമെൻറ്റസ് ആണ്. Their bodies consist of long, slender, thread-like structures called hyphae. ഇവയുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് നീളമേറിയ നാരുകൾ പോലെയുള്ള ഹൈഫേ എന്ന് വിളിക്കുന്ന സ്ട്രക്ചറുകൾ കൊണ്ടാണ്. ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഇസ് നോൺ ആസ് മൈസീലിയം. ഇത്തരം ഹൈഫയുടെ നെറ്റ്വർക്കുകളെ മൈസീലിയം എന്നാണ് വിളിക്കുന്നത്. ഹൈഫേ ആർ ടു ടൈപ്സ്. വൺ, സീനോസൈറ്റിക് ഹൈഫേ. They are continuous tubes filled with multinucleated cytoplasm. ചില ഇനം ഫംഗസുകളുടെ ഹൈഫേക്ക് ക്രോസ് വോൾ അഥവാ സെപ്റ്റം ആബ്സെൻ്റ് ആയിരിക്കും. സെപ്റ്റം ഇല്ലെങ്കിൽ അത്തരം ഹൈഫയെ അസെപ്റ്റേറ്റ് എന്നോ സീനോസൈറ്റിക് എന്നോ വിളിക്കുന്നു. സീനോസൈറ്റിക് ഹൈഫേ, ദ കണ്ടീഷൻ വിൽ ബി മൾട്ടി ന്യൂക്ലിയേറ്റഡ്. സെക്കൻഡ് വൺ ഇസ് സെപ്റ്റേറ്റ് ഹൈഫേ. സെപ്റ്റേറ്റ് ഹൈഫേ ഹാവ് സെപ്റ്റം ഓർ ക്രോസ് വാൾസ്. In fungi, the cell wall is made up of a substance called chitin and polysaccharides. Next is about the lifestyle of fungi. Most fungi are saprophytes. They absorb soluble organic matter from dead substrates. ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് ഫുഡ് ഡിറൈവ് ചെയ്യുന്ന ഫംഗസുകളെ സാപ്രോഫൈറ്റിക് എന്ന് വിളിക്കാം. സം ആർ പാരസൈറ്റ്സ്. സം ഫഞ്ചൈ കോസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സസ്യങ്ങളിലും ജന്തുക്കളിലും അസുഖങ്ങളുണ്ടാക്കുന്ന ഫംഗസുകളെ പാരസൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. സം ലിവ് ആസ് സിംബയോൺസ്. ഫോർ എക്സാമ്പിൾ, ലൈക്കൻസ് where fungi and algae live together. Another one is mycorrhiza where fungi and root of higher plants live together. Next topic is about reproduction in fungi. In fungi there are 3 types of reproduction. 3 തരം പ്രജനന രീതിയാണ് ഫംഗസുകളിൽ കണ്ടുവരുന്നത്. ഒന്ന്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ takes place by fragmentation, fission and budding. Asexual reproduction takes place by asexual spores like Conidia, sporangiosspores, zoospores, etc.
Sexual reproduction takes place by the help of sexual spores like oospores, ascospores and basidiospores. 3 തരം റീപ്രൊഡക്ഷനാണ് ഫംഗസുകളിൽ കണ്ടുവരുന്നത്. ഇതിൽ ആദ്യം തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡുകൾ എന്താണെന്ന് നോക്കാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടേക്സ് പ്ലേസ് മെയിൻലി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിംഗ്. In fragmentation, the fragments of hyphae get separated and it develops into new organism. ഹൈഫെ മുറിഞ്ഞു പോകുമ്പോൾ അത്തരം മുറിഞ്ഞ ഫ്രാഗ്മെൻറ്റുകൾ പുതിയ ഓർഗാനിസമായി മാറുന്നു. ഫിഷനും ബഡ്ഡിങ്ങും സ്വതവേ കാണുന്നത് യൂണിസെല്ലുലാർ ഫംഗസായ ഈസ്റ്റുകളിലാണ്. ഫിഷനിൽ ഒരു ഈസ്റ്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 പുതിയ ഡോട്ടർ ഈസ്റ്റ് സെല്ലുകളായി മാറുന്നു. എന്നാൽ ബഡ്ഡിങ്ങിൽ ഈസ്റ്റ് സെല്ലുകളുടെ പുറത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബഡ്ഡുകൾ ഡിറ്റാച്ച് ചെയ്യുകയും തുടർന്ന് അത് പുതിയ ഓർഗാനിസമായി മാറുകയുമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇസ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഫംഗസുകളിൽ ഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ഫംഗസുകളിൽ പ്രത്യേകതരം അസെക്ഷുവൽ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്തരം സ്പോറുകളെ കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ് എന്ന് വിളിക്കുന്നു. Sexual reproduction takes place by the help of oospores, ascospores and basidiospores. ഫംഗസുകളിൽ സെക്ഷുവൽ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറുകളെ ഫ്രൂട്ടിംഗ് ബോഡീസ് എന്നാണ് വിളിക്കുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്പം കോംപ്ലിക്കേറ്റഡ് ആയ, ഇലോബറേറ്റ് ആയ ഒരു പ്രോസസ്സാണ്. ഇൻ ഫഞ്ചൈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കൺസിസ്റ്റ് ഓഫ് 3 steps. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഇലോബറേറ്റ് ആയ പ്രോസസ്സാണെന്ന് പറഞ്ഞല്ലോ. 3 സ്റ്റെപ്പിലൂടെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. 1 പ്ലാസ്മോഗാമി. 2 ഹൈഫയുടെ അല്ലെങ്കിൽ 2 ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്താണ് ഇവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. 1ാമത്തെ സ്റ്റെപ്പ് പ്ലാസ്മോഗാമി, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗാമീറ്റ്സ്. ഫംഗസുകളുടെ ഹൈഫയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 മോട്ടൈൽ ഗമീറ്റുകളോ 2 നോൺ മോട്ടൈൽ ഗമീറ്റുകളുടെയോ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് സ്കാരിയോഗാമി. തുടർന്ന് ഇത്തരം ഗമീറ്റുകളുടെ അകത്തിരിക്കുന്ന ന്യൂക്ലിയായി ഫ്യൂസ് ചെയ്യുന്നു. ഇതിനെ കാരിയോഗാമി എന്ന് വിളിക്കുന്നു. 3ാമത്തെ സ്റ്റെപ്പ് മിയോസിസ് ആണ്. മിയോസിസ് ഇസ് ദ റിഡക്ഷൻ ഡിവിഷൻ. ഇങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറുകളുടെ ഉള്ളിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുകയും പുതിയ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ 2 ഹാപ്ലോയിഡ് ഹൈഫെ കം ടുഗെദർ ആൻഡ് ഫ്യൂസ്. ഇവിടെ 2 ഹാപ്ലോയിഡ് ഹൈഫെ, ഹാപ്ലോയിഡ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്രോമസോം നമ്പറിൻ്റെ പകുതി N കണ്ടീഷനെയാണ് ഹാപ്ലോയിഡ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള 2 ഹാപ്ലോയിഡ് ഹൈഫെ ഫ്യൂസ് ചെയ്യുന്നു. ഇൻ സം ഫഞ്ചൈ 2 ഹാപ്ലോയിഡ് സെൽസ് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട്സ് ഇൻ ഡിപ്ലോയിഡ് സെൽസ്. 2 ഹാപ്ലോയിഡ് ഹൈഫെ അതായത് N+N കൂടിച്ചേരുകയും അതിൽ നിന്നുണ്ടാവുന്നത് ഒരു ഡിപ്ലോയിഡ് സെല്ലായിരിക്കും. ഇൻ ആസ്കോമൈസീറ്റസ് ആൻഡ് ബെസിഡിയോമൈസീറ്റസ്, ഇത് രണ്ടും ഫംഗസുകളിലെ പ്രത്യേക ക്ലാസ്സുകളാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫംഗസുകളിൽ ഈ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ഡബിൾ കണ്ടീഷൻ കുറച്ചേറെ സമയം നിലനിൽക്കുന്നു. ഈ സ്റ്റേജിന് ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് അല്ലെങ്കിൽ ഡൈക്കാരിയോ ഫേസ് എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് N+N 2 ന്യൂക്ലിയൈ പെർ സെൽ ഒക്കേഴ്സ്. സച്ച് എ കണ്ടീഷൻ ഇസ് കോൾഡ് ഡൈക്കാരിയോൺ. പിന്നീട് ദ പാരന്റൽ ന്യൂക്ലിയൈ ഫ്യൂസ് ആൻഡ് ദ സെൽസ് ബിക്കം ഡിപ്ലോയിഡ്. ഇത്തരം സെല്ലുകൾ പിന്നീട് ഡിപ്ലോയിഡായി മാറുകയാണ് ചെയ്യുന്നത്. ഫഞ്ചൈ ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ് ഇൻ വിച്ച് റിഡക്ഷൻ ഡിവിഷൻ ഒക്കേഴ്സ് ലീഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് സ്പോർസ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ അവസാന ഘട്ടത്തിൽ ഫ്രൂട്ടിംഗ് ബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത്തരം ഫ്രൂട്ടിംഗ് ബോഡികളുടെ അകത്ത് മിയോസിസ് എന്ന കോശവിഭജനം അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുകയും തുടർന്ന് ഹാപ്ലോയിഡ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരം ഹാപ്ലോയിഡ് സ്പോറുകൾ അനുകൂലമായ സാഹചര്യത്തിലെത്തുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യുകയും അവിടെ പുതിയ ഫംഗസുകളുടെ ഹൈഫെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫംഗസുകളുടെ സെക്ഷൽ റീപ്രൊഡക്ഷന് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്: പ്ലാസ്മോഗാമി, കാരിയോഗാമി ആൻഡ് മിയോസിസ്. അടുത്തതായി ഫംഗസുകളുടെ ക്ലാസിഫിക്കേഷൻ പരിശോധിക്കാം. Based on the morphology of mycelium, mode of spore formation and fruiting bodies, fungi are classified into 4 types. ഫംഗസുകളെ അവരുടെ മൈസീലിയത്തിൻ്റെ മോർഫോളജി, സ്പോർ ഫോർമേഷൻ, ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഘടന എല്ലാം നോക്കി 4 ക്ലാസ്സായി തിരിച്ചിട്ടുണ്ട്. ഫൈക്കോമൈസീറ്റസ്, ആസ്കോമൈസീറ്റസ്, ബെസിഡിയോമൈസീറ്റസ് ആൻഡ് ഡ്യൂട്ടിരോമൈസീറ്റസ്.
ഫോക്കസ് ഏരിയയിൽ അടുത്തതായി ഇൻക്ലൂഡ് ചെയ്ത സെക്ഷൻ വൈറസസ് ആണ്. വൈറസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യാത്ത ഗ്രൂപ്പാണ് വൈറസുകൾ. അതുപോലെ തന്നെ വൈറോയിഡുകൾ, പ്രിയോണുകൾ, ലൈക്കനുകൾ. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വൈറസുകൾ മാത്രമാണ്. എന്താണ് വൈറസസ്? വൈറസസ് ഹാവ് ആൻ ഇനേർട്ട് ക്രിസ്റ്റലിൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ ലിവിങ് സെൽ. ഒരു ലിവിങ് സെല്ലിൻ്റെ പുറത്താണെങ്കിൽ വൈറസുകൾക്ക് വളരെ ഇനാക്റ്റീവായ ക്രിസ്റ്റലിൻ സ്ട്രക്ചർ മാത്രമാണ് ഉള്ളത്. അഥവാ ഇതിനൊരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിലെത്തിയാൽ മാത്രമേ ആക്റ്റീവ് ആവാൻ സാധിക്കുള്ളൂ. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. ഇവയ്ക്ക് പാരസൈറ്റുകളായി അല്ലെങ്കിൽ മറ്റൊരു ജീവകോശത്തിനുള്ളിൽ മാത്രമേ ഇവയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. വെൻ ദേ ഇൻഫെക്റ്റ് എ സെൽ ദേ ടേക്ക് ഓവർ ദ മെഷീനറി ഓഫ് ഹോസ്റ്റ് സെൽ ടു റെപ്ലിക്കേറ്റ് ദംസെൽവ്സ്, കില്ലിംഗ് ദ ഹോസ്റ്റ്. ഒരിക്കൽ ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ എത്തിപ്പെടാൻ സാധിച്ചാൽ ഇവ ഹോസ്റ്റ് സെല്ലിൻ്റെ റെസിസ്റ്റൻസിനെ തകർക്കുകയും ഹോസ്റ്റ് സെല്ലുകളെ നശിപ്പിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ലൂയിസ് പാസ്റ്റർ ഹു ഗേവ് ദ നെയിം വൈറസ്. വൈറസുകൾക്ക് വെനം അല്ലെങ്കിൽ പോയ്സണസ് ഫ്ലൂയിഡ്, ഒരു വിഷദ്രാവകം എന്ന അർത്ഥം വരുന്ന വാക്കായ വൈറസ് എന്ന പേര് ഇത്തരം ഓർഗാനിസംസിന് കൊടുത്തത് ലൂയിസ് പാസ്റ്ററാണ്. ഇറ്റ് വാസ് DJ ഇവാനോവ്സ്കി ഇൻ 1892 ഡിസ്കവേർഡ് വൈറസ്. 1892 ആദ്യമായി വൈറസുകളെ റെക്കഗ്നൈസ് ചെയ്തത്. ഹി റെക്കഗ്നൈസ്ഡ് സർട്ടൻ മൈക്രോബ്സ് ദാറ്റ് കോസ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ. പുകയില ചെടികളിൽ മൊസൈക്ക് ഡിസീസ് എന്ന അസുഖമുണ്ടാക്കുന്ന ഇത്തരം മൈക്രോബുകളെ ആദ്യമായി ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്ററുകളിലൂടെ വേർതിരിച്ചെടുക്കുകയും ഇവയെ കണ്ടെത്തുകയും ചെയ്തത് DJ ഇവാനോവ്സ്കിയാണ്. ഇത്തരം ജീവികൾ ബാക്ടീരിയകളെക്കാളും ചെറുതാണെന്ന് ഇദ്ദേഹം കണ്ടെത്തി. In 1898, M.W. Bejrnik demonstrated that the extract of infected plants of tobacco could cause infection in healthy plants. 1898 M.W. Bejrnik എന്ന ശാസ്ത്രജ്ഞൻ രോഗബാധയുള്ള ചെടികളുടെ നീര് ആരോഗ്യമുള്ള ചെടികളിലേക്ക് മാറ്റിയപ്പോൾ അത്തരം ചെടികളിലും അസുഖം വരുന്നു എന്ന് കണ്ടെത്തി. മാത്രമല്ല അസുഖമുള്ള ചെടികളുടെ നീരിനെ ഇദ്ദേഹം ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് അഥവാ കണ്ടേജിയം വിവം ഫ്ലൂയിഡം എന്ന് വിളിച്ചു. In 1935, W.M. Stanley showed that viruses could be crystallized and crystals consist largely of proteins. 1935 W.M. സ്റ്റാൻലിയാണ് വൈറസുകളെ വേർതിരിക്കുകയും ക്രിസ്റ്റലൈസ് ചെയ്യുവാൻ സാധിക്കാമെന്നും ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൂടുതലും പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ തന്മാത്രകൾ കൊണ്ടാണെന്നും കണ്ടെത്തിയത്. ഈ വൈറസ് ഇസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ. വൈറസുകളുടെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ ഇവ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ന്യൂക്ലിയിക് ആസിഡുകൾ കൊണ്ടും പ്രോട്ടീനുകൾ കൊണ്ടുമാണെന്ന് കണ്ടെത്തി. ഇറ്റ് ഹാസ് എ പ്രോട്ടീൻ കോട്ട്. വൈറസുകൾക്ക് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്, ഒരു കവറുണ്ട്. ഇതിന് ക്യാപ്സിഡ് എന്ന് വിളിക്കുന്നു. പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ കാണാൻ സാധിക്കും. അത് ഒന്നുകിൽ RNA ആയിരിക്കും അല്ലെങ്കിൽ DNA ആയിരിക്കും. നോ വൈറസ് കണ്ടെയ്ൻസ് ബോത്ത് RNA ആൻഡ് DNA. ഒരു വൈറസുകൾക്കും RNAയും DNAയും ഒരുമിച്ച് കാണുവാൻ സാധിക്കില്ല. ഒന്നുകിൽ RNA ആയിരിക്കും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA ആയിരിക്കും ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ. ഏത് തന്നെയായാലും ദ ജനറ്റിക് മെറ്റീരിയൽ ഇസ് ഇൻഫെക്ഷ്യസ്. ഇത്തരം ജനറ്റിക് മെറ്റീരിയൽ ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലെത്തിയാൽ രോഗബാധ ഉണ്ടാക്കും. Generally, viruses that infect plants have single-stranded RNA. സസ്യങ്ങളിൽ രോഗബാധയുണ്ടാക്കുന്ന വൈറസുകളുടെ RNA സ്വതവേ സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, അല്ലെങ്കിൽ ഒരിഴ മാത്രമുള്ള RNA ആണ്. Viruses that infect animals have either single or double-stranded RNA or double-stranded DNA. ആനിമൽസിനെ അഫക്റ്റ് ചെയ്യുന്ന വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ ഒരിഴയോ അല്ലെങ്കിൽ രണ്ടിഴയോ ഉള്ള RNA അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് രണ്ടിഴയുള്ള DNA ആയിരിക്കും. മൂന്നാമത്തെ വിഭാഗം ബാക്ടീരിയോഫേജസ്. ദീസ് ആർ വൈറസസ് വിച്ച് ഇൻഫെക്റ്റ് ബാക്ടീരിയ. ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുകയും ഇൻഫെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വൈറസുകളാണ് ബാക്ടീരിയോഫേജസ്. ഇവയ്ക്ക് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് ഉണ്ടായിരിക്കുക. രണ്ടിഴയുള്ള DNA ആണ് ബാക്ടീരിയോഫേജുകളിൽ കണ്ടുവരുന്നത്. The protein coat or capsid is made of small subunits or capsomia which protect nucleic acid. വൈറസുകളുടെ പ്രോട്ടീൻ കോട്ടിനെ ക്യാപ്സിഡ് എന്നാണല്ലോ വിളിക്കുന്നത്. ഇത്തരം ക്യാപ്സിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ സബ് യൂണിറ്റുകൾ ചേർന്നാണ്. ഇത്തരം സബ് യൂണിറ്റുകളെ ക്യാപ്സോമിയർ എന്നാണ് വിളിക്കുന്നത്. ഇത്തരം പ്രോട്ടീൻ കോട്ട്
ബാക്ടീരിയകളുടെ ന്യൂക്ലിയിക് ആസിഡ് RNAയോ അല്ലെങ്കിൽ DNAയോ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. ക്യാപ്സോമിയേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഹെലിക്കൽ ഓർ പോളിഹിഡ്രൽ ജോമെട്രിക് ഫോംസ്. വ്യത്യസ്ത ഷേപ്പിലാണ് ഇത്തരം ക്യാപ്സോമിയറുകൾ കാണപ്പെടുന്നത്. വൈറസസ് കോസ് ഡിസീസസ് ലൈക്ക് മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ ആൻഡ് എയ്ഡ്സ്. ആനിമൽസിലും ഹ്യൂമൻ ബീയിങ്സിലും ധാരാളം അസുഖങ്ങൾ വൈറസുകൾ വരുത്തുന്നു. ഇത്തരത്തിൽ ഹ്യൂമൻ ബീയിങ്സിന് കോമണായി കണ്ടുവരുന്ന വൈറൽ ഡിസീസസ് ആണ് മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്. ഇപ്പോൾ കൊറോണ വൈറസിൽ എത്തി നിൽക്കുന്നു. In plants, the symptoms can be mosaic formation, leaf rolling and curling, yellowing and vein clearing, dwarfing and stunted growth. സസ്യങ്ങളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകൾ സസ്യങ്ങളിൽ ചില പ്രത്യേക രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു, അഥവാ സിംറ്റംസ് ഉണ്ടാക്കുന്നു. ഇത്തരം സിംറ്റംസ് ആണ് ഇലകളിൽ കാണുന്ന മൊസൈക് ഫോർമേഷൻ, ഇലകൾ റോൾ ചെയ്യുന്നു, കേളിയുക, അതുപോലെ തന്നെ ചെടികളുടെ വളർച്ച മുരടിക്കുന്ന അവസ്ഥ, ഇലകൾ മഞ്ഞ നിറമായി പോകുന്ന അവസ്ഥ, വെയിൻ ക്ലിയറിംഗ് തുടങ്ങിയവ. ആനിമൽസിലും ധാരാളം വൈറൽ ഡിസീസുകൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ലെസണിൻ്റെ ഫോക്കസ് ഏരിയ ഇത്രയുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്.